ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ്റെ ഹാർട്ട്സാണ്. നമ്മൾ ഫ്രോസൺ മേടിച്ചിരുന്നു. ഫ്രോസൺ മേടിച്ച പാക്കറ്റ് ഞാൻ തലേ ദിവസം ഓൾറെഡി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അതല്ലെങ്കിൽ ഭയങ്കര കട്ടിയായിരിക്കും, പിന്നെ കുറേ സമയം എടുക്കും. അപ്പോൾ എല്ലാ ദിവസം തലേ ദിവസം എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമുണ്ട്. അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് കുറച്ച് സവാള എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്. എല്ലാം നല്ല ചെറുതാക്കി അരിഞ്ഞ് വെച്ചേക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെയും സവാള സാധാരണ പോലെ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനിയും ഞാനാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കഴുകി എടുത്തിട്ട് അതിനെ രണ്ടാക്കി മുറിച്ചിരുന്നു. പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ടു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് തിരുമ്മി അതൊന്ന് ഒരു കുറച്ച് നേരം വെച്ചു. ഒരു 15-20 മിനിറ്റ് ഏകദേശം വെച്ചു തിരുമ്മി. എല്ലാം കൂടെ നന്നായിട്ട് തിരുമ്മിയത് വേറെ ഒന്നുമല്ല, ഒരു ചെറിയൊരു വഴുവഴുപ്പ് പോലെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് മഞ്ഞളും ഉപ്പിട്ട് തിരുമ്മിയേക്കുന്നത്. ഏത് ഇറച്ചിയാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും മഞ്ഞളും ഉപ്പിട്ട് തിരുമ്മി കഴിഞ്ഞാൽ കുറച്ച് നല്ലതാണ്. തിരുമ്മിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത് ഓൾറെഡി വാഷ്ഡാണ്. അപ്പോൾ അതെല്ലാം ഞാൻ തിരുമ്മി വെച്ചു. എന്നിട്ട് ഞാൻ അതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചേക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും രണ്ടും കൂടെ അരിഞ്ഞിട്ടു. ഞാനിവിടെ പച്ചമുളകല്ല ഉപയോഗിച്ചേക്കുന്നത്, ഞാൻ ഉപയോഗിച്ചേക്കുന്നത് വറ്റൽ മുളകാണ്, നമ്മുടെ റെഡ് ചില്ലി ഡ്രൈഡ്. അപ്പോൾ ഇതൊന്ന് പയ്യെ വാടി വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് ഞാൻ ആ ഉണക്കമുളക് ഇട്ടു. ഉണക്കമുളക് ഇട്ട് അതൊന്ന് പയ്യൊന്ന് ലൈറ്റായിട്ട് മൊരിഞ്ഞു തുടങ്ങുന്ന സമയത്ത് അതിനകത്തേക്ക് അപ്പോഴേക്കും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചെറിയൊരു ലൈറ്റ് ബ്രൗണായി വന്നിട്ടുണ്ടാവും. അതിനകത്തേക്ക് നമ്മൾ ഇച്ചിരി വേപ്പില വേപ്പില കുറച്ചൊരു ഫ്രഷ് ആണെങ്കിൽ നല്ലതാണ്. ഇവിടെ ഞങ്ങൾ ഫ്രഷ് മേടിക്കൽ കുറവാണ്, ഫ്രോസൺ ആണ് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ അതുമെല്ലാം മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഇടാം. സവാള ഏകദേശം ഞാനിവിടെ ഒരു സവാളയും പിന്നെ ഒരു സവാളയുടെ 4/1 അത്ര ഏകദേശം എടുത്തിട്ടുണ്ട്. കാരണം ഇത് ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ കുറച്ച് കുറവേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്ര എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഒന്ന് ശരിക്കും വാടി തുടങ്ങുന്ന സമയത്ത് ഞാൻ അതിനകത്തേക്ക് ഉപ്പ് ഇട്ടു. അതായത് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി പെട്ടെന്ന് ലൈറ്റ് ബ്രൗൺ ആവാൻ വേണ്ടി ഫാസ്റ്റാണ് പ്രോസസ്സ്. അതിന് വേണ്ടിയിട്ടാണ് ഉപ്പിട്ട്. പിന്നെ എന്തായാലും ഉപ്പിടണം, അപ്പോൾ അത് ഇച്ചിരി മുന്നിട്ടെന്നേ ഉള്ളൂ. ഇനി ഇതെല്ലാം ഒന്ന് പയ്യെ ബ്രൗണായി തുടങ്ങുന്ന സമയത്ത് അതിനകത്തേക്ക് മല്ലിപ്പൊടി ഇട്ടു. മല്ലിപ്പൊടി ഏകദേശം ഞാൻ 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഏകദേശം ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി. ഇത് മുളക് പൊടി എന്ന് പറയുന്നത് കാശ്മീരി ചില്ലി അല്ല, ഇത് ഹോട്ട് ചില്ലി പൗഡറാണ്. അത്യാവശ്യം എരിവുണ്ട്, ഒരു മീഡിയം സ്പൈസി എന്ന് പറയാം, മീഡിയത്തിൻ്റെ ഹൈയുടെ ഇടയ്ക്കെന്ന് പറയാം. ശരിക്കും അത്യാവശ്യം സ്പൈസിയാണ്. ഇതിട്ട് കഴിയുമ്പോൾ ഞാൻ ഇതിനകത്തേക്ക് പിന്നെ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. നമ്മൾ തിരുമ്മി വെച്ചേക്കുന്ന മഞ്ഞൾപ്പൊടി ശരിക്കും അതിനകത്ത് മഞ്ഞളുടെ ടേസ്റ്റൊന്നും ഒരുപാട് വരില്ല കേട്ടോ. അത് തിരുമ്മി കഴിയുമ്പോൾ അതിനകത്ത് ആ വെള്ളം അതിനകത്തേക്ക് വാർന്നു കഴിയുമ്പോൾ പിന്നെ അതങ്ങ് പോവും. അപ്പോൾ ഇവിടെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ കുറച്ച് ഗരം മസാല വീട്ടിൽ പൊടിച്ചതാണ്, മേടിച്ച ഗരം മസാലയല്ല. അപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല ഫ്ലേവറുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഇനി ഇതിനകത്തേക്ക് ഞാൻ ഇട്ടതെന്ന് പറയുന്നത് കുരുമുളക് പൊടി ഇട്ടു. കുരുമുളക് പൊടിയും ഗരം മസാലയും ഞാൻ ഇപ്പോൾ ഇടുന്നത് കൂടാണ്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മീറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ചും കൂടെ ഇടുന്നുണ്ട്. ആ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് വേറൊരു ഫ്ലേവറാണ്. അപ്പം നമുക്ക് കഴിക്കുമ്പോൾ ശരിക്കും ആ ഗരം മസാലയുടെയും പെപ്പർ പൗഡറിൻ്റെയും നല്ലൊരു ഫ്രഷ് ഫ്ലേവർ കിട്ടും. അതിട്ട് പിന്നെ ഒരുപാട് മൊരിയിക്കില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മളതിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞ് തിരുമ്മി വെച്ചേക്കുന്ന ഹാർട്ട്സിൻ്റെ എല്ലാം ഇട്ട് കഴിഞ്ഞ് അതൊന്ന് ശരിക്കും ഇളക്കി കൊടുത്ത്, ഇത് ഒരുപാട് സമയമൊന്നുമില്ല കേട്ടോ. വെള്ളം ഒഴിച്ചൊന്നും വേവിക്കേണ്ട. വെള്ളം ഒഴിച്ച് വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ടേസ്റ്റേ പോവും. ഇത് ജസ്റ്റ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. ഈ ടച്ചിങ്സിനൊക്കെ കൂടെ കൂട്ടാനും ഏറ്റവും അടിപൊളി സാധനം കേട്ടോ. അപ്പോൾ അതൊന്ന് മൂടി വെച്ച് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ശരിക്കും അതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങും. അപ്പോൾ കാണാം ആ ഒരു പച്ച കളറിൽ നിന്ന് മാറി, പച്ചക്കളർ എന്ന് പറഞ്ഞാൽ പച്ചിറച്ചിയുടെ കളറിൽ നിന്ന് മാറി ഒന്ന് പയ്യെ അത് ലൈറ്റ് ഷെയ്ഡായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ആയിക്കഴിഞ്ഞ് പിന്നെ ഒരു 5 മിനിറ്റ് കൂടി അത് ശരിക്കും വേണ്ടി വരുള്ളൂ. നന്നായിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് ചുരുങ്ങുകയും ചെയ്യും, അതൊന്ന് കളറ് മാറുകയും ചെയ്യും. അതിന് ശേഷമാണ് ഞാൻ കുറച്ചും കൂടി കുരുമുളക് പൊടിയും അതിനകത്തേക്ക് കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുത്തു. ആ ഫ്ലേവർ ശരിക്കും നമ്മൾ ഒരുപാട് മൊരിയിച്ചെടുക്കുന്നില്ല. അപ്പോൾ ആ ഗരം മസാലയുടെയും പെപ്പർ പൗഡറിൻ്റെയും ഫ്ലേവർ നമുക്ക് കഴിക്കുമ്പോൾ ശരിക്കും കിട്ടും. ബാക്കി എല്ലാം മൊരിയിച്ചെടുത്തുകൊണ്ട് അത്ര അങ്ങ് നമുക്ക് അതിൻ്റെ ആ ഒരു രുചി കിട്ടില്ല. അപ്പോൾ ഇത് ശരിക്കും പെപ്പർ ഫ്രൈ എന്നും വേണമെങ്കിൽ പറയാം, കാരണം പെപ്പറിൻ്റെയും ഗരം മസാലയുടെയാണ് ശരിക്കും ഫ്ലേവർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് പിന്നെ ഒരുപാട് ഇളക്കി മൊരിയിക്കണമൊന്നുമില്ല, സാധനം സെറ്റാണ്.
ഇതിൻ്റെ പൊക്കത്തേക്ക് കുറച്ച് ഭംഗിക്ക് വേണ്ടിയും ഒരു ടേസ്റ്റിന് വേണ്ടിയും കുറച്ച് ഫ്രഷ് കൊറിയാണ്ടർ ലീവ്സ് അരിഞ്ഞ് വെച്ചത് അതിൻ്റെ പൊക്കത്തേക്ക്. ചിലവർ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഹാർട്ട്സ് അല്ലെങ്കിൽ ചങ്ക്, കരൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെയും അരിഞ്ഞ് കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ സ്വന്തമായിട്ട് കഴിക്കാൻ തോന്നില്ല, ഒരു ചോരയുടെ മട്ടായിരിക്കും. എനിക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല വലിച്ച് വരി കഴിച്ചു. ഇതിൻ്റെ കൂടെ ഞങ്ങൾക്ക് സൈഡിൽ ഒരു കുറച്ച് മാങ്ങക്കറിയും കൂടെ ഉണ്ടായിരുന്നു, നല്ല അങ്കമാലി രീതിയിലുള്ള മാങ്ങക്കറി. അതും ചോറും ഇതും കൂടെ ഒരു പിടി പിടിച്ച എൻ്റെ പൊന്നോ വേറെ ഒന്നും വേണ്ട അന്നത്തെ ദിവസം. എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബായ്. താങ്ക് യു.